ഇതുണ്ടോ, പിഞ്ചു മുരിങ്ങയ്ക്കാന്ന് പറഞ്ഞാൽ ഉണ്ടായി വരുന്ന വള്ളി പോലെ ഇരുന്ന കേട്ടോ. ഇത് കണ്ടോ, ഈ പരുവത്തിലൊക്കെ ഇരുന്നാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് മുരിങ്ങയ്ക്കായ കിട്ടി. അപ്പം ഞാൻ മുരിങ്ങയ്ക്കായൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ ഇതിൻ്റെ നാരൊന്നും കളയാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ കുറച്ച് ചക്കക്കുരു ചിരണ്ടി വെച്ചു. അപ്പം ഞാൻ നോക്കിയപ്പം ആദ്യം ഇത് തന്നെ തോരൻ വെക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ ഞാൻ പ്ലാൻ മാറ്റി. ഞാൻ കുഞ്ഞിൻ്റെ അടുക്കെ പറഞ്ഞ പോലെ നമുക്ക് ചക്കക്കുരുവും കൂടി ഇട്ട് തോരൻ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചക്കക്കുരു എടുത്തു. അപ്പോഴാണ് പിള്ളേർ ചെമ്മീൻ മേടിച്ചുകൊണ്ട് വെച്ച കാര്യം ഓർത്തത്. അപ്പം ഞാൻ ഓർത്തുന്ന ചെമ്മീനും കൂടി എടുക്കാം. അന്നേരം ഇന്നലെ മീൻകറി വെച്ചിട്ട് തേങ്ങ അരച്ച് മീൻകറി വെച്ചായിരുന്നേ. അപ്പം മാങ്ങയൊക്കെ ഇട്ട്, അപ്പോൾ അതിൻ്റെ ബാക്കി നല്ല പുളിയായിരുന്നു. അതിൻ്റെ ബാക്കി കുറച്ച് മാങ്ങ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇതിട്ട് അങ്ങോട്ട് ചുമ്മാ ഒരുമിച്ചൊരു പീര പറ്റിക്കുന്ന പോലെ പറ്റിക്കുക. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ചതയ്ക്കാനായിട്ട് എടുത്തു വെച്ചു. തേങ്ങ എടുത്തു വെച്ചു, മുളക്, പച്ചമുളക് എല്ലാം എടുത്തു വെച്ചു. ചതച്ചിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇനി ഉള്ളിയൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഇത് തന്നെ വെക്കാനായതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി തേങ്ങ ചെണ്ടുള്ളൂ. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി എടുക്കാം. രാവിലെ കാപ്പിക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇഡലിയും നല്ല ഇഡലിയും സാമ്പാർ അങ്ങ് വാങ്ങി വെച്ചതേ ഉള്ളൂ, ഇളക്കിയൊന്നുമില്ല. എനിക്ക് ഈ കടയിൽ നിന്ന് പോകുമ്പോഴത്തേന് ഇഡലി സാമ്പാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നീണ്ട വെള്ളം പോലെയൊക്കെ ഇരിക്കുന്നത്. നമ്മൾ വീട്ടിലെങ്ങനെ വെച്ചാലും കൊഴുത്തായിരിക്കുന്നത്. ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ കൂടുതൽ വെച്ച് ചാറിങ്ങനെ കോരി ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം വേണ്ടേ ഇച്ചിരി ചാറൊക്കെ വെച്ചത്. ഇനി സാമ്പാർ പൊടി ഇട്ടില്ല, ഇനിയിപ്പോൾ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ടെ. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെമ്മീനും ചക്കക്കുരും എല്ലാം കൂടി അരച്ച് കണ്ടോ. സ്പൈഡർമാൻ കുഞ്ഞായി തുണിയെ കൊടുക്കാതെ വന്നിരിക്കുന്നത്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് തുണിയെ കൊടുക്കാതെ വന്നിരിക്കുന്ന എന്തോ കണ്ടോ. കണ്ടു മാമമ്മ എന്നോട് പറഞ്ഞിന്. കഞ്ഞി ഇട്ടതേ ഉള്ളൂ. രാവിലെ കഞ്ഞിയാണ് ആൾക്ക് വേണ്ടുന്നത്. അപ്പോൾ സ്പൈഡർമാൻ ഇന്നലെ ഉത്സവ സ്ഥലത്ത് പോയി വീണ്ടും സ്പൈഡർമാൻ. ഇപ്പം ദേണ്ട നമ്മുടെ തോരൻ പറ്റി പാകമായി. ഇനിയിപ്പോൾ അത് നിർത്തി കഴിയുമ്പോഴത്തേനും ഇരുന്ന് പറ്റാനുള്ളതേ ഉള്ളൂ. ഇച്ചിരി പക്ഷേ ഉണ്ടല്ലോ, സജീവൻ എടുത്തിട്ട് പറഞ്ഞു നല്ല രുചിയാണെന്നുണ്ട്. അപ്പം ഞാനും ഇച്ചിരി ദോശയുടെ കൂടെ ഇച്ചിരി തോരനെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.